ഹായ്, കീം 2024-ന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ജനറൽ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും റാങ്കും സ്കോറൊക്കെ അനലൈസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത പ്രധാനപ്പെട്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ കുറേ പേർക്കൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടാവില്ല. നേറ്റിവിറ്റി പ്രൂഫും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നവർക്ക് അത് റീ അപ്ലോഡ് ചെയ്യാനുള്ള സമയം നിലവിൽ അനുവദിച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പം അടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്താൽ ഫസ്റ്റ് നമുക്കിനി കാറ്റഗറി റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതിൽ നിങ്ങളുടെ പൊസിഷൻ എന്താണെന്നുള്ള രീതിയിൽ കാറ്റഗറി റാങ്ക് ലിസ്റ്റ്, പ്രൊവിഷണൽ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷമായിരിക്കും നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഘട്ടത്തിലേക്ക് കടക്കുക. സോ ആഫ്റ്റർ കാറ്റഗറി റാങ്ക് ലിസ്റ്റ്, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളിനി കാണാൻ പോകുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. സോ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സിൽ ട്രയൽ അലോട്ട്മെൻറ്റ് കാണും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അങ്ങനെയായിരിക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റുകൾ പോവുക. അപ്പോൾ ഈ അലോട്ട്മെൻറ്റിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളുടെ ഓർഡർ ചൂസ് ചെയ്ത് വെക്കുന്നതാണ് ശരിക്കും ഓപ്ഷൻ പ്രൊസീജിയർ ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ CK.gov എന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ പാസ്വേഡും അതേപോലെ ആപ്ലിക്കേഷൻ നമ്പറും കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ വെബ്സൈറ്റിൽ തന്നെയാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുക. അവിടെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകൾ, കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ, പ്രൈവറ്റ് കോളേജുകൾ, അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി എന്താണോ ആ പ്രയോറിറ്റി വെച്ച് കോഴ്സ് ചൂസ് ചെയ്യുക, കോളേജ് ചൂസ് ചെയ്യുക. അപ്പോൾ അത് രണ്ട് രീതിയിലായിരിക്കും. കോഴ്സും നിങ്ങൾക്ക് ചൂസ് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ ആ കോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളേജും ചൂസ് ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വെക്കേണ്ടത്. അതിനൊരു പ്രത്യേക ടൈം ലിമിറ്റ് അവർ തരും. ചിലപ്പോൾ ഒരു 6 ദിവസമൊക്കെ ടൈം ലിമിറ്റ് തന്നിട്ടായിരിക്കും ശരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി ഈ വർഷം അതിനെങ്ങനെ മാറ്റം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം കഴിഞ്ഞ വർഷം നിന്നും റാങ്കിൽ ചെറിയതല്ല, അത്യാവശ്യം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതും ഇപ്പം 427, 437 സ്കോർ ചെയ്തവർക്കൊക്കെ 700-ൽ നിന്നും 2000-ലേക്കൊക്കെ റാങ്ക് ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് GN. ഇപ്പോൾ ഗവൺമെൻറ് S ഇങ്ങനെ കുറച്ച് ടേമുകൾ ഉണ്ടായിരിക്കും. G4 ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളാണ്. 8 to 9 കോളേജസാണ് അവിടെ ഉള്ളത്. പിന്നെ N എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. IHRD രണ്ടറിലും KSRTC രണ്ടറിലൊക്കെ വരുന്ന കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളുണ്ട്. പിന്നെ S എന്ന് പറഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് പ്രോപ്പർ പ്രൈവറ്റ് കോളേജുകളുമായിരിക്കും. അപ്പോൾ ആ കോഡ് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കണം. അതവിടെ പ്രോപ്പറായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയം കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് അലോട്ട്മെൻറ്റ് പബ്ലിഷിംഗ് എന്ന് പറയും. അപ്പം അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻ്റ് ആണ്. സോ ട്രയൽ അലോട്ട്മെൻറ്റ് മീൻസ് അതായത് നിങ്ങൾ വെച്ച ഓപ്ഷൻസ് വെച്ച് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും പ്രയോറിറ്റി ഉള്ള കോളേജ് ഏതാണോ അതായിരിക്കും നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് വരിക. ചിലർക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്നില്ല, അത് നിങ്ങൾക്ക് വരുന്ന സബ്സിക്വൻറ്റ് അലോട്ട്മെൻറ്റിൽ അത് മാറാം എന്തായാലും. സോ ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻ്റ് ആണ് വരിക. ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേറെ കൺഫർമേഷൻ ചെയ്യേണ്ട കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ചെയ്യേണ്ട. ട്രയൽ അലോട്ട്മെൻറ്റ് ജസ്റ്റ് ഒരു മോക്ക് അലോട്ട്മെൻ്റ് ആണ്. നിങ്ങൾക്ക് എവിടെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്ന മാത്രമായിരിക്കും. നെക്സ്റ്റ് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ്. സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത്, സോ ഇൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിയെന്ന് വിചാരിക്കുക, കിട്ടാണ്ടിരിക്കാം. ഇൻ കേസ് ഇഫ് യു സെക്യൂർഡ് എ കോളേജ് ഇൻ ദ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അവർ പറയുകയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജ് ഇതാണ് എന്നും പറഞ്ഞ് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ വരുവാണെന്ന് വിചാരിക്കുക. സോ ആ കോളേജിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഫീസ് എത്രയാണോ ആ ഫീസ് നിങ്ങൾ അടച്ചിരിക്കണം. ഓൺലൈനായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഫീസ് അടയ്ക്കണം. ആ ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓപ്ഷൻ ലോക്കിംഗ് ആയിക്കോട്ടെ, ഹയർ ഓപ്ഷൻസ് വെക്കുന്ന ഫോർമാലിറ്റീസ് ആയിക്കോട്ടെ, ആ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജിന് അതനുസരിച്ചുള്ള ഫീസ് നിങ്ങൾ എന്ത് ചെയ്യണം, പേ ചെയ്തിരിക്കണം. അപ്പോൾ അതെല്ലാവരും നോക്കിയിരിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു, അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ ലോക്കിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസിന് പ്രിഫറൻസ് കൊടുക്കാം. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും, സിമിലർ പ്രൊസീജിയർ തന്നെയാണ്. കോളേജ് ജോയിനിങ് വരും, അങ്ങനെ വരിക. ഇനി വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് അറിയിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം റാങ്ക് വന്ന സ്ഥിതിക്ക് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ഒബ്സർവ് ചെയ്യുക. പിന്നെ കീമിൻ്റെ പ്രോസ്പെക്ട്സ് അനലൈസ് ചെയ്തിട്ട് കീമിൻ്റെ പ്രോസ്പെക്ട്സിൽ അവിടെ നിങ്ങൾ കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുമ്പം നിങ്ങൾ മുമ്പ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, TC, SSL സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് NCL സർട്ടിഫിക്കറ്റ്, EW സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ കയ്യിൽ കരുതി വെക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം. അത് പ്രോപ്പറായിട്ട് കൈവച്ചാൽ മാത്രമേ നിങ്ങൾ കോളേജ് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യത്തുള്ളൂ, യൂസ്ഫുൾ ആവത്തുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ വീഡിയോസ് ആയിട്ട് ചെയ്യാം. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ കീം 2024 സ്റ്റുഡൻസ്. താങ്ക് യു സോ മച്ച്. സീ യു സൂൺ.